ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തകൻ 113 ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തെ സ്തുതിക്കുവിൻ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അവിടുത്തെ നാമത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. നമ്മൾക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും കൺമുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് നന്ദി പറയുകയും ചെയ്യാം. ഇത് നമ്മൾ കാണുന്നത് 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 12 മുതൽ അല്ലെങ്കിൽ 7 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ്. ദാവീദാണ് പ്രധാന കഥാപാത്രം. കർത്താവിൻ്റെ പ്രവാചകനായ നാഥാൻ ദാവീദ് രാജാവിനോട് വന്ന് പറയുകയാണ്: ഒരു പ്രദേശത്ത് 2 വ്യക്തികൾ താമസിച്ചിരുന്നു. ഒരാൾ ധനവാനും മറ്റൊരാൾ ദരിദ്രനും. ധനവാന് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രന് അവൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധനവാന്റെ വീട്ടിൽ ഒരു അതിഥി എത്തിയപ്പോൾ അതിഥിക്ക് നൽകുവാൻ വേണ്ടി അവൻ്റെ ആടുകളിലെ ഒന്നിനെയും അവൻ പിടിച്ചില്ല. ദരിദ്രനായ വിലയ്ക്ക് വാങ്ങിയ പെണ്ണാടിനെ കൊണ്ടുപോയി അതിഥിക്ക് സൽക്കാരമൊരുക്കി. ഇത് കേട്ടപ്പോൾ ദാവീദ് ക്രുദ്ധനായി. അവൻ പറഞ്ഞു, അവൻ വധിക്കപ്പെടണം, ധനവാൻ വധിക്കപ്പെടണം. തന്നെയുമല്ല, അവൻ എടുത്തതിൻ്റെ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുകയും വേണം. ദരിദ്രൻ്റെ ആടിനെ സംബന്ധിച്ച് ആ ആട് ദരിദ്രൻ ഭക്ഷിക്കുന്ന ഭക്ഷണവും അവൻ പാനം ചെയ്യുന്ന പാനീയവും അവ ഭക്ഷിച്ചിരുന്നു. മക്കളെപ്പോലെ ഈ ആട് അവൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. അത്രേ താലോലിച്ച് സ്നേഹത്തോടെ കൊണ്ടു നടന്ന ആടിനെയാണ് ധനവാൻ തൻ്റെ കൈക്കരുത്തുകൊണ്ട് അതിനെ കൊണ്ടുപോയി തൻ്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കിയത്. ദാവീദിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ ചെയ്തവൻ വധിക്കപ്പെടണം, അവൻ എടുത്തതിനെ 4 ഇരട്ടി തിരിച്ചു കൊടുക്കണം. നാഥാൻ പ്രവാചകൻ ദാവീദിനെ മൊത്തം നോക്കി പറയുന്നു, അത് നീ തന്നെയാണ്. തീർച്ചയായും രാജാവ് ഒന്ന് ഞെട്ടിക്കാണും. കാരണം രാജ്യം ഭരിക്കുന്നത് രാജാവ് മാത്രമല്ല, പ്രവാചകന് രാജ്യത്ത് വലിയ സ്ഥാനമുണ്ട്, പുരോഹിതനും രാജ്യത്ത് വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ പ്രവാചകന്റെ വാക്കുകളെ എല്ലാ രാജാക്കന്മാരും ഭയപ്പെട്ടിരുന്നു. നാഥാന്റെ വാക്ക് കേട്ടപ്പോൾ ദാവീദ് വളരെയേറെ ദുഃഖിക്കുകയാണ്. അവൻ തുടർന്ന് പറയുന്നു, നീ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. നീ ഊറിയായെ, അതായത് ദാവീദിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഊറിയായെ അമ്മോന്യരുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി അമ്മോന്യരുടെ വാളിന് വെട്ടേറ്റ് അവൻ മരിക്കുകയാണ്. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധനിരയിൽ മുൻപിലേക്ക് ഊറിയായെ അവൻ പറഞ്ഞയച്ചു. അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കി. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി അവൻ ചെയ്തതുകൊണ്ട് ദൈവം ദാവീദിന് മേലെ പ്രഹരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവിടുന്ന് ചോദിക്കും, നിനക്ക് എന്തിനു കുറവാണുള്ളത്? നിന്നെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തില്ലേ? ഇസ്രായേലിൽ സാവൂൾ രാജാവ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ദൈവം പ്രത്യേകമായി ദാവീദിനെ അഭിഷേകം ചെയ്തതാണ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട്. അഭിഷേകം എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നിന്നെ നിയോഗിക്കുമ്പോൾ അത് ചെയ്തു തീർക്കുവാനുള്ള ഒരു ശക്തി ദൈവം അവന് കൊടുക്കുകയാണ്. ഒരു പ്രത്യേകം ഒരു കഴിവ് കൊടുക്കുകയാണ്.
ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അതിനുമുമ്പേ വലിയ കഴിവുകളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുമ്പോൾ അവന് ദൈവം അത്യധികമായ കഴിവ് കൊടുത്ത് അവനെ മുന്നോട്ട് നയിക്കുകയാണ്. രാജാവാകാൻ വേണ്ടി ദൈവം അവനെ അഭിഷേകം ചെയ്തു. അവന് ജെറുസലേമിന്റെ രാജാവായി, യൂദായുടെ രാജാവായി. വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് ഇതിലധികം വേണമെങ്കിൽ ദൈവം നിനക്ക് തരുമായിരുന്നില്ല. ധാരാളം ഭാര്യമാരുണ്ട്. അവന്റെ യജമാനന്റെ ഭാര്യമാരെ പോലും അവന് കൊടുത്തിട്ടുണ്ട്. നിനക്ക് വേണമായിരുന്നെങ്കിൽ ഇനിയും ദൈവം തരുമായിരുന്നല്ലോ. ഇത് കേട്ട് ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. അവന് തെറ്റ് അവനെ ബോധ്യപ്പെട്ടു. അവനെ അനുദപിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ദൈവത്തിന്റെ പ്രവാചകൻ നാഥാൻ പറഞ്ഞു, നീ മരിക്കുകയില്ല, എന്നാൽ കർത്താവിന്റെ വാൾ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ഭവനത്തിൽ നിന്ന് ഒഴിയുകയില്ല. ഊറിയയുടെ ഭാര്യ ബത്ശബയെ അവൻ പ്രാപിച്ചു. ബത്ശബ ഗർഭിണിയായി. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ മേൽ കർത്താവിന്റെ പ്രഹരമേറ്റു. ആ കുഞ്ഞ് രോഗിയായി മാറി. ദാവീദ് അനുദപിച്ചു, ഉപവസിച്ചു. അവൻ നിലത്ത് കടന്നു പ്രാർത്ഥിച്ചു. പക്ഷേ കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുത്തില്ല. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ദാവീദിന് പല ഭാര്യമാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവം അനുവദിച്ചതാണ്. ഒരു ഭാര്യയിൽ നിന്ന് ജനിച്ച മകൻ മറ്റൊരു ഭാര്യയിൽ നിന്ന് ജനിച്ച മകളിൽ അനുരക്തനാകുന്നു. അവളുമായി ബന്ധത്തിലാകുന്നു. തൻ്റെ സഹോദരിയെ നശിപ്പിച്ചവനെ സഹോദരൻ വാളിനിരയാക്കുന്നു. അവൻ്റെ കുടുംബത്തിൽ ഒന്നിനു പിറകെ ഒന്നായി വാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദാവീദിന്റെ രാജസ്ഥാനം സ്വന്തം മകൻ കരസ്ഥമാക്കുന്നു. ദാവീദിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ ജീവിതം വളരെ വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ്. അനുതാപത്തിലൂടെ ദൈവം നിന്റെ ജീവനെ ദൈവം തിരിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അനുദപിക്കുമ്പോൾ എൻ്റെ വേദന മനസ്സിലാക്കുന്ന, തിരിച്ചു ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ് എനിക്കുള്ളത്. എന്നെപ്പോഴും ആശ്ലേഷിക്കുവാൻ വേണ്ടി, കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ഓർക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അവൻ എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. സ്നേഹനാഥനെ ഈശോയെ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അവിടുത്തെ അനന്തമായ സ്നേഹവും കരുണയും ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. സങ്കീർത്തകൻ 113:9 ഇങ്ങനെ പറയുന്നുണ്ട്, വന്ധ്യയ്ക്ക് അവിടുന്ന് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷം കൊടുക്കുന്നു. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ. ഇന്ന് മക്കളില്ലാത്ത ദമ്പതികളെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരട്ടെ. ഒത്തിരിയേറെ വേദനിക്കുന്ന ദമ്പതികളുണ്ട്. കർത്താവേ, ആ ദമ്പതികൾക്ക് നീ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ദൈവമേ, അവർക്ക് അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും നല്ല ആരോഗ്യവും സൗന്ദര്യവും കഴിവുകളുമുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ ആ മക്കളുടെ മേൽ വന്ന് നിറയപ്പെടട്ടെ. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവേ, ആ മക്കൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.